എൻ്റെ എയർ ഇന്ത്യയുടെ ജീവിതത്തിലുള്ള ഏറ്റവും ഒരു നല്ല എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു മലയാളിയായ ഞാൻ തുടക്കം ഫ്ലൈറ്റിൽ തന്നെ വന്നുപെടാൻ ചാൻസ് ലഭിച്ചതിൽ വളരെ സന്തോഷവാനാണ്. ആൻഡ് എയർ ഇന്ത്യയോട് കടപ്പെട്ടവനുമാണ്. എയർ ഇന്ത്യയിൽ ഈ ക്രൂ സെലക്ഷന് വേണ്ടിയിട്ടും ഞാൻ ബോംബെയിൽ 2 ആഴ്ച ഓൺ ഗ്രൗണ്ടിൽ ശ്രമിച്ചിട്ട് കൂടുതൽ മലയാളികളായ ക്രൂവിനെ ഷെഡ്യൂൾ ചെയ്യാനും ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിൽ വന്ന ഇനോഗ്രൽ ഫ്ലൈറ്റിൽ വന്ന, അതായത് ആദ്യത്തെ ഫ്ലൈറ്റിൽ വന്ന മലയാളികൾ ആയ ക്രൂവിലും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ ഒത്തു നിൽക്കാനും ഈ ഒരു ഫ്ലൈറ്റ് വളരെ സക്സസ്ഫുൾ ആക്കി തരാനും അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ ഒന്നുകൂടെ കരുതുന്നു. കാരണം എയർ ഇന്ത്യയിൽ ഇത് വേറെ ആർക്കും കിട്ടാത്തൊരു ചാൻസാണ് ഒരു മലയാളിയായ എനിക്ക്, അതും മലയാള മണ്ണിലേക്ക് ആദ്യമായി എയർ ഇന്ത്യയെ കൊണ്ടുവരുന്നതിൽ ഒരു ക്രൂവിൻ്റെ കൂടെ വരാനായിട്ട് സാധിച്ചതിലും അവരെ നയിക്കാൻ സാധിച്ചതിലും ഞാൻ വളരെ എയർ ഇന്ത്യയോട് കടപ്പെട്ടതാണ്. ഒരു മലയാളിയായ എനിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്. എയർ ഇന്ത്യയുടെ ഇനോഗ്രൽ ഫ്ലൈറ്റ് കൊച്ചിൻ എയർപോർട്ട് ഇൻ്റർനാഷണൽ ആദ്യമായിട്ട് വന്നിട്ട് ആദ്യത്തെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ വരുമ്പോൾ അതിൽ ഒരു മലയാളി ഉണ്ടാവണമെന്ന് എൻ്റെ ഹയർ അതോറിറ്റി പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ട് ഞാനായിരുന്നു കൂടുതൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു മലയാളി ക്യാബിൻ ക്രൂ. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു സെലക്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ള അസോസിയേറ്റ്സിനെ കൂടെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഒരു ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബോംബെയിൽ നിന്നാണ് ജൂൺ 10 പോകുന്നത്. ജൂൺ 10 രാത്രി 1 മണിക്ക് ശേഷമാണ് പുറപ്പെട്ടത്. വയ ധാരാൻ ഇൻ സൗദി അറേബ്യ. ബോംബെ ധാരാൻ ഇസ് അബൌട്ട് 3.5 hours 4 hours ഫ്ലൈയിങ് ടൈം. അവിടെ ഞങ്ങൾക്ക് 2 മണിക്കൂർ ഗ്രൗണ്ട് ഹോൾട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ധാരാൻ ടു കൊച്ചിൻ അബൌട്ട് 4 hours. കൊച്ചിനിൽ 11 മണിക്ക് ലാൻഡ് കാലത്ത് 11 o'clock ഐ തിങ്ക് സപ്പോസ് ടു ലാൻഡ്, ബട്ട് വി ലാൻഡഡ് 1 minute ബിഫോർ 11 o'clock. ബിഫോർ ഓൺ ഷെഡ്യൂൾ വി ലാൻഡ്. നേരത്തെ തന്നെ ലാൻഡ് ചെയ്തു. അതൊക്കെ വളരെ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പപ്പ് ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്സ് ആയിരുന്നു ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നു. 2 കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റിൽ. എയർബസ് 300 ആയിരുന്നു എയർക്രാഫ്റ്റ്. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ സ്വീകരിക്കാൻ ഡോറ് തുറന്നപ്പോൾ, ഞാൻ ആ ഡോറ് തുറന്നപ്പോൾ തന്നെ മുമ്പിൽ നിന്നിരുന്നത് ഞങ്ങളുടെ എയർ ഇന്ത്യയുടെ അന്നത്തെ സീനിയർ മോസ്റ്റ് മാനേജറായിരുന്നു ഇവിടുത്തെ, ഐ ഫർഗെറ്റ് ദ നെയിം. പിന്നെ മിസ്റ്റർ കുര്യൻ ഉണ്ടായിരുന്നു. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. പിന്നെ എയർപോർട്ട് ടെർമിനൽ ബിൽഡിങ്സിൽ വന്നപ്പോഴത്തേക്കും നമ്മളുടെ എക്സ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ മിസ്റ്റർ ശർമാജി ഉണ്ടായിരുന്നു ഞങ്ങളെ സ്വീകരിക്കാൻ. എല്ലാവരെയും സ്വീകരിക്കാൻ വളരെ ആദരവോടുകൂടെ ഞങ്ങളെ സ്വീകരിച്ചു. ജീവിതത്തിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ. ഞാൻ എയർ ഇന്ത്യയിൽ നിന്ന് 2007 ടു ബി ഓണർ 2005 റിട്ടയർ എങ്കിലും 2 years എനിക്ക് കുറച്ച് എക്സ്റ്റൻഷൻ തന്നു അവർ. കാരണം ഗ്രൗണ്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ആസ് എ ഗ്രൗണ്ട് സ്റ്റാഫ്, നോട്ട് ഫ്ലൈയിങ് ക്രൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം അവിടെ തന്നെ ബോംബെയിൽ തന്നെ നിന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഫ്ലൈ വിങ്സിൽ ജയേഷ് സാറ് ഒരു ഫ്രണ്ട്ലി ടോക്കിനിടയിൽ എന്നോട് ചോദിച്ചു, വൈ ഡോണ്ട് യു കം ആൻഡ് ജോയിൻ അസ്? ദെൻ ഐ സെഡ് ഓക്കെ, വെറുതെ ഇരിക്കുന്നതിൽ ഭേദമല്ലേ, നമുക്ക് കിട്ടിയ അറിവ് ബാക്കിയുള്ളവർക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജയേഷ് സാറിൻ്റെ കൂടെ കൂടി ഞാൻ അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു 6 വർഷത്തോളം ഞാൻ ഫ്ലൈ വിങ്സിൽ ഏവിയേഷൻ സംബന്ധിച്ചും ഏവിയേഷൻ മാനേജ്മെൻറ്റ് സംബന്ധിച്ചും ക്യാബിൻ ക്രൂ മാനേജ്മെൻറ്റ് സംബന്ധിച്ചും ക്ലാസ് എടുത്തിട്ടുണ്ട് അവിടെ. എനിക്ക് 2 മക്കളാണ്. മൂത്തത് പെൺകുട്ടിയാണ്. ഷീ ഈസ് മാരീഡ് ആൻഡ് വെൽ സെറ്റിൽഡ്. സിംഗപ്പൂരാണ് അവൾ. ഷീ ഈസ് ഡൂയിങ് എ ടീച്ചിങ് ജോബ്. സൺ ഇൻ ലോ ഈസ് ഇൻ IT ജോബ്. മകൻ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്. ഇപ്പം മകൻ്റെ കൂടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഹീ ഈസ് വിത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് നൗ. ഹി വാസ് വിത്ത് എയർ ഏഷ്യ, ദെൻ ഹി ജോയിൻഡ് എയർ ഇന്ത്യ എക്സ്പ്രസ് അമാൽഗമേറ്റഡ്, or rather Air Asia amalgamated with Air India Express. Now he is a pilot with Air India Express. He is a senior most pilot. He is an instructor flying domestic sectors. Now he started international flights also. He is a senior pilot. Jobine പറ്റി പറയുകയാണെങ്കിൽ it is an excellent job to do on earth according to me. There are so many advantages ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആസ് വെൽ. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ നമ്മളെ പുറമേലത്തെ ആൾക്കാർ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിശേഷിപ്പിക്കുന്നത് ആസ് ആൻ അംബാസിഡർ ഓഫ് ദാറ്റ് കൺട്രി. അങ്ങനെയാണ് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എയർ ഇന്ത്യയിലെ വലിയ ആൾക്കാർ. വി ആർ ദ അംബാസിഡർ ഓഫ് ദ കൺട്രി, യു ആർ റെപ്രസെൻറ്റിങ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നത്. നമ്പർ 1. നമ്പർ 2, നമ്മൾ പല രാജ്യങ്ങൾ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. പോകുമ്പോൾ നമുക്ക് അവിടെ ലേ ഓവർ കിട്ടും, നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, ആൻഡ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ദാറ്റ് ഈസ് നമ്പർ 2. ഡിഫറെൻറ്റ് കൾച്ചർ, പല കൾച്ചറും പല കാലത്ത് അവർ പെരുമാറ്റ രീതികളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവരവരുടെ രാജ്യങ്ങളിലെ ഓരോ കസ്റ്റംസും പഠിക്കാനായിട്ട് പറ്റും. പിന്നെന്താണ്, പല തരത്തിലുള്ള പല വ്യത്യസ്ത ലെവലിലുള്ള ആൾക്കാരുകളായിട്ട് നമുക്ക് സമ്പർക്കം പുലർത്താൻ പറ്റും. ഒരു എയർക്രാഫ്റ്റിനകത്ത് നമ്മൾ ഒരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അത് വളരെ
കമ്മ്യൂണിക്കേറ്റീവ് ലെവലിലുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടാവും നമുക്ക് സംസാരിക്കാൻ. അതിപ്പോൾ ഏത് ലെവലിലെ ആൾക്കാരും, വലിയ ഹൈ കോമ്പത്തുള്ള ആൾക്കാരായാലും ശരി, ചെറിയ ആൾക്കാരായാലും ശരി, നമുക്ക് തുറന്ന് സംസാരിക്കാനും അതിനുള്ള സമയവും സൗകര്യവും കിട്ടും. നമുക്ക് ഒരുപാട് നോളജ് അവരിൽ നിന്ന് കിട്ടാനും, നമ്മുടെ ഈവൻ ഗ്രീവൻസസ് വല്ലതും ഉണ്ടെങ്കിൽ പറയാനും, വലിയ വലിയ ആൾക്കാരോട് പറയാനുമുള്ള ചാൻസസ് ലഭിക്കും. പക്ഷേ അഡ്വാൻറ്റേജസ് മാത്രം എടുക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡിസഡ്വാൻറ്റേജസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അത് ദാറ്റ് ഈസ് വളരെ 0%, ഒരു 9 to 0% നമുക്ക് ഇത്രേ വരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരും, ഡിഫിക്കൽട്ട് വെതർ വരും. ആ വെതറിലൊക്കെ നമ്മൾ ഇത്തിരി വിഷമം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ടെക്നിക്കൽ അബ്നോർമാലിറ്റീസ് വരാറുണ്ട് എയർക്രാഫ്റ്റിനകത്ത്. ആ സമയത്തൊക്കെ കുറച്ച് ടെൻഷനൊക്കെ വരും. പക്ഷേ എല്ലാം കൊണ്ടും ഹൈലി മോഡേണൈസ്ഡ് എയർക്രാഫ്റ്റാണ് ഫ്ലൈയിങ്. ദ സേഫസ്റ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫ്ലൈയിങ് ഈസ് ദ സേഫസ്റ്റ് വേ ഓഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അവൈലബിൾ. ബാക്കി എല്ലായിടത്തും പോയിട്ട് ആക്സിഡൻറ്റ് വരാൻ പറ്റും, പക്ഷേ ഫ്ലൈയിങ് ഈസ് ദ സേഫസ്റ്റ് വേ ഓഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നാണ് അക്കോർഡിംഗ് ടു മീ. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഒരു ഇൻസിഡൻറ്റ് റീകളക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, വയൽ ഐ വാസ് കമ്മിങ് ഫ്രം സിംഗപ്പൂർ ടു ബോംബെ. ദിസ് എയർക്രാഫ്റ്റ് വാസ് കമ്മിങ് ഫ്രം സിഡ്നി. ഇറ്റ്സ് എ ജംബോ ഫ്ലൈറ്റ്. സോ ജംബോൻ്റെ ഓരോ സെക്ഷനിൽ, ഇപ്പോൾ സി സെക്ഷനിൽ ഒരു 88 സീറ്റ്സ് ആർ ദെയർ. ദോസ് 88 സീറ്റ്സ് വെർ ബുക്ക്ഡ് ബൈ ഹജ്ജ് കമ്മിറ്റി. ഹജ്ജ് ക്രൗഡാണിത്. ആ ഹജ്ജ് ക്രൗഡിലുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും, ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് പറയാണ്, എല്ലാവരും ടേക്ക് ഓഫിന് മുമ്പ് എണീറ്റ് നിന്നപ്പോഴത്തേക്കും ഞാൻ ക്യാബിനിൽ എന്നോട് ബാക്കിയുള്ള ക്രൂ എന്ന് പറഞ്ഞു, ദ പാസഞ്ചേഴ്സ് ആർ നോട്ട് സിറ്റിംഗ് ഡൗൺ. ടേക്ക് ഓഫിന് മുമ്പ് എല്ലാവരും ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ള ഒരു നിയമമുണ്ടല്ലോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഞാൻ അവിടെ ചോദിച്ചത് പറഞ്ഞു, അവർ പറഞ്ഞു ആരും ഇരിക്കില്ല. അവർ എന്താ കാരണം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനിടയിൽ ഒരു ന്യൂസിലാൻഡ് നിന്ന് വരുന്ന ഒരു പാസഞ്ചർ ഇത്തിരി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് വല്ലാണ്ട് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഹജ്ജ് പാർട്ടിയുടെ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, കുറച്ച് ലേഡീസ് ഉണ്ട്. അവർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇയാളുടെ മിസ്ബിഹേവിയർ കാരണം. സോ ഐ ഇമ്മീഡിയറ്റ്ലി വെൻറ്റ് ഔട്ട് ടു ദ കോക്പിറ്റ് ആൻഡ് ടോൾഡ് ക്യാപ്റ്റൻ, ദിസ് passengers are not willing to sit down for takeoff. This is the reason. So immediately captain returned. We were taxiing എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രൗണ്ടിൽ. We returned the flight. Captain immediately informed the security guys. Security guys, after chocks on, that means engines were off. When the door was opened, the security person came and picked that man up and he took him away. And his baggages were offloaded and he was taken into custody. Then only the door was closed. Then we continued the journey. The passengers calmly sat down and continued the journey. This is one of the bad experience I went through. Another, so many bad weather, bad landings, engine cut-off landings, so many things have happened. But everything went on smoothly, safely in my 35 years of flying experience. Then I had a good chance of flying all dignitaries, level-on ministers, and even President of India. Those days, Sri Fakhruddin Ali Ahmad was the president, and we were assigned one small set of crew for the president. We went to Tehran, Iran. Those days, Tehran was ruled by Shah of Iran. So President Fakhruddin Ali Ahmad was flown with the particular set of crew where I was also there with the crew members. We went to Tehran, 3 days we stayed there and came back and brought him back. That was a very good experience. We had a chance to talk to him also personally. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ ചിന്മയാനന്ദ സ്വാമി, VK Krishnamenon, Vajpayee, a lot of cricketers. We have the group of cricketers we have flown. Venk Sarkar was the captain those days, olden days. Then West Indian captain, sports field. Then even other celebrities also, film actors had a better chance. And we had, once you are airborne, അതായത് നമ്മൾ ഫ്ലൈറ്റിലായി കഴിഞ്ഞാൽ അവരായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒരുപാട് സമയം കിട്ടും. അവർക്കും സമയം പോകണ്ടേ. അപ്പോൾ സോ ദേ വിൽ കം ആൻഡ് ടോക്ക് ടു us. We will also ഷെയർ അവർ എക്സ്പീരിയൻസ് ഓൾസോ. അങ്ങനെ ഉണ്ടായിരുന്നു. എനിവേ, ദിസ് ജോബ് ഇൻ എ നട്ട്ഷെൽ ഐ ടെൽ യു, കുറച്ച് പറയുകയാണെങ്കിൽ, ചെറുതാക്കി പറയുകയാണെങ്കിൽ, ഇതുപോലൊരു ജോലി വേറെ കിട്ടില്ല. കാരണം ആ ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് അങ്ങോട്ട് മറക്കുക. പിന്നെ നമ്മൾ 2 ദിവസം റിലാക്സ് ചെയ്യുക. പിന്നെ പുതിയ ഫ്ലൈറ്റ് വേറെ, പുതിയ പാസഞ്ചേഴ്സ് വേറെ. എല്ലായ്പ്പോഴും നമ്മൾ ഒരു ദിവസം ഓരോ പാസഞ്ചേഴ്സല്ലേ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഓഫീസ് ജോലിയാണെങ്കിൽ എന്നും ഒരാളെ തന്നെ നമ്മൾ ഇത് കാണുന്നത്. ഇപ്പോൾ മൊണോട്ടണസ് ആവും. ഇത് അതങ്ങനെയില്ല. ഡെയിലി ഇപ്പോൾ ഫ്ലൈറ്റ് മാറുമ്പോഴേക്കും പാസഞ്ചേഴ്സ് മാറും, എയർക്രാഫ്റ്റ് മാറും, ക്രൂ മാറും, എല്ലാവരും മാറും. It's a fantastic job, cabin crew. Among the crowd, we are look one up. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. So that is Air India crew. That is like that the people will talk. No? So it's a glamorous job.
definitely. Accommodation is done by the company. The flying, the airline is booked. നല്ല ഹോട്ടലിലൊക്കെ നല്ല ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതൊരു പെർമനൻറ്റ് ബുക്കിംഗ് ആണ് അവർക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ സ്റ്റേ ചെയ്യുന്ന എല്ലാം 5-star ഹോട്ടലിലായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ലൊരു ലൈഫാണ്, വെരി വെരി ഗുഡ് ലൈഫ് വി ക്യാൻ ലീഡ് ആൻഡ് സാലറി ഈസ് ഓൾസോ ഗുഡ്. ഓൺലി തിങ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്സ് വിൽ ബി ഓഡ് ടൈംസ്. അതായത് രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫ്ലൈറ്റ് വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് നമുക്ക് വി ക്യാൻ ഗെറ്റ് ബാക്ക് ടു നോർമൽ ലൈഫ്. വെൻ ഐ ജോയിൻ എയർ ഇന്ത്യ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ എയർ ഇന്ത്യ ജോയിൻ ചെയ്തപ്പോൾ JR ടാറ്റ വാസ് ദ ചെയർമാൻ ആൻഡ് എയർ ഇന്ത്യ വാസ് ഹിസ് ബേബി. അങ്ങനെ സ്വന്തം ഒരു കുട്ടിയെ പോലെയാണ് എയർ ഇന്ത്യ അങ്ങനെ നോക്കിയിരുന്നത്. സോ അതുപോലെ തന്നെ ആ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ നല്ലോണം ലുക്ക് ആഫ്റ്റർ ചെയ്തിരുന്നു. പിന്നെ ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് വന്നപ്പോൾ, എക്സ്ക്യൂസ് മീ പൊളിറ്റിക്സ് പറയുകയല്ല ഞാൻ, ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുക, ആ ലെവല് കുറച്ച് താന്നു തുടങ്ങിയിരുന്നു, പ്രൈവറ്റ് അല്ലാതെ വന്നപ്പോഴത്തേക്കും. പിന്നെ ഇൻട്രസ്റ്റ് മാറി തുടങ്ങി ഓരോരുത്തരുടെയും, പൊളിറ്റീഷ്യൻസിൻ്റെയും ഇൻ്റർഫിയറൻസ് കൊണ്ടും. ഏവിയേഷൻ്റെ, ഞാൻ എയർ ഇന്ത്യയെ പറ്റി പറഞ്ഞു, ഏവിയേഷൻ്റെ സ്റ്റാൻഡേർഡ് കുറേശ്ശെ മോശമായി തുടങ്ങിയിരുന്നു. എനിവേ, ഞാൻ എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലം JR ടാറ്റ about 8 years was there. He was there. Those days were the golden days of Air India. Air India was the number 3 airline those days. Number 1 was Swiss Air, number 2 was Singapore Airlines, number 3 was Air India. അന്നത്തെ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് നല്ല സ്റ്റാൻഡേർഡായിരുന്നു എയർ ഇന്ത്യയുടെ സർവീസ്. ഞാൻ 707 തൊട്ട് ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. 707, Airbus 300, Airbus 310, പിന്നെ ജംബോ, എല്ലാ എയർക്രാഫ്റ്റിനും ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എയർക്രാഫ്റ്റ്സ് എല്ലാം കംപ്ലീറ്റ് മോഡേണൈസ്ഡ് ആൻഡ് ദ സേഫസ്റ്റ് എയർക്രാഫ്റ്റ് എയർ ഇന്ത്യ ഈസ് ഹാവിങ്. നല്ല എയർക്രാഫ്റ്റ്സ് ആണ്. ഫ്ലൈവിങ്സിൽ ഏവിയേഷൻ മാനേജ്മെൻറ്റും ക്യാബിൻ ക്രൂ മാനേജ്മെൻറ്റും പിന്നെ കേറ്ററിങ്ങിലെ കുറച്ച് സബ്ജക്ട്സ് ഞാൻ എടുത്തിരുന്നു. ഐ വാസ് വെരി മച്ച് ഇൻട്രസ്റ്റ് ബിക്കോസ് എന്നെ ഒരുപാട് ഓക്യുപ്പൈഡ് ആക്കി ആ ടീച്ചിങ് എക്സ്പീരിയൻസ്. കാരണം വീട്ടിൽ വന്നാലും ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്യായിരുന്നു. കാരണം എൻ്റെ അറിവിനെക്കാട്ടിലും കൂടുതൽ നോളജ് ഞാൻ എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതൊരു നല്ലൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷനായിരുന്നു എനിക്ക്, കുട്ടികളെ എൻ്റെ അറിവും ബാക്കിയുള്ള അറിവും കൂടെ ചേർത്ത് പറഞ്ഞു കൊടുക്കുന്നതിൽ. കാരണം അവർക്കും ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. മെജോറിറ്റി ഓഫ് ദ കുട്ടികളും നല്ല കുട്ടികളായിരുന്നു. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കുറേ പേരുണ്ടായിരുന്നു. ചിലരുണ്ട്, നമുക്ക് അത് എല്ലായിടത്തും കാണുമല്ലോ, അവർ കുറച്ച് ചില സബ്ജക്റ്റ് ബോറിംഗ് ആയിട്ട് തോന്നുമ്പോഴത്തേക്കും നമുക്കറിയാം അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ പറയുന്ന ലെക്ചർ കേൾക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവരെയൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. വേണ്ടത് ഒരു സ്റ്റുഡൻറ്റും എന്നോട് അത്ര ഇഷ്ടമല്ലാത്ത രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല. എല്ലാവർക്കും എൻ്റെ ലെക്ചറെ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ധരിക്കുന്നു.